ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പ്രമീഷ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബട്ടർഫ്ലൈ ചെയിൻ സ്റ്റിച്ച് വരെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കിയുള്ള സ്റ്റിച്ചസൊക്കെ ചെയ്തെടുക്കാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അടുത്തടുത്ത വീടാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ല കളിയും ബഹളമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാം. അടുത്തത് നമ്മൾ റഷ്യൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ 2 ലൈൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റഷ്യൻ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2 ലൈൻസ് ഇടാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ ചെയ്ത സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്തിയിട്ട് ഒരു സൈഡിലോട്ട് ചരിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിനൂടെ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത ചെയിനിൻ്റെ പുറത്ത് കുത്തിയിട്ട് ഫസ്റ്റ് ചെയ്ത ചെയിനിലോട്ട് തന്നെ വരിക. ഓക്കെ, ദെൻ നമ്മൾ ആ ചെയിനിൽ നിന്ന് തന്നെ നമ്മൾ ഈ സൈഡിലോട്ടും ചരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ നൂല് നമ്മൾ ഇങ്ങനെ ഇടണം കേട്ടോ. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചെയിൻ ട്വിസ്റ്റ് ചെയ്ത് പോവും. അല്ലേ, കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് കുത്തുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതേപോലെ നെക്സ്റ്റ് ചെയിൻ ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് ഗ്യാപ്പിലിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം, അടുത്തടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ഒരു ചെയിൻ ഇങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ആ ചെയിനകത്ത് കുത്തിയിട്ട് സൈഡിലോട്ട് ചരിച്ചിട്ട് ഒരു ചെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ആ ചെയിനിൻ്റെ പുറത്തുനിന്ന് വീണ്ടും ഫസ്റ്റ് ചെയിനിലോട്ട് തന്നെ വരിക. പിന്നെ ആ ചെയിനിൽ നിന്ന് നമ്മൾ ചരിച്ചിട്ട് നെക്സ്റ്റ് ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ എടുക്കണമെന്ന്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. റഷ്യൻ ചെയിൻ എന്നാ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 6 ചെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനും നമ്മൾ 2 ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴത്തെ ലൈനിൽ നിന്ന് സൂചി പൊക്കിയെടുക്കുക. എന്നിട്ട് ഇതങ്ങനെ ചരിച്ചിട്ട് മുകളിലത്തെ ലൈനിലേക്ക് നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുക്കണം. കണ്ടോ? എന്നിട്ട് ആ ചെയിനിൻ്റെ അകത്ത് തന്നെ നമ്മൾ കുത്തിയിട്ട് ചെയിനിൻ്റെ അകത്ത് തന്നെ കുത്തിയിട്ട് സൈഡിലേക്ക് ചരിച്ചിട്ട് നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇത് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. കണ്ടില്ലേ, നമ്മൾ ആ 6 ഷേപ്പിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഇതിനകത്ത് വീണ്ടും കുത്തിയിട്ട് നമ്മൾ ചരിച്ചിട്ട് നെക്സ്റ്റ് ചെയിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ ആ ചെയിനിൻ്റെ അകത്ത് കുത്തിയിട്ട് നെക്സ്റ്റ് ചെയിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചരിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ 6 ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബുൾസ് ഹെഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബുൾസ് ഹെഡ് ചെയ്യാനായിട്ട് 2 ലൈൻസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചെയിൻ ആദ്യം ഇട്ടെടുക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 2 ലൈനിലും ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് കുത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ കുത്തിയെടുക്കുക. കേട്ടില്ലേ? അപ്പം ഇവിടെ ഒരു ഹോൺ വന്നു കേട്ടോ. ബുൾസ് ഹെഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പം ഒരു കൊമ്പെന്നോ കമ്പെന്നോ എങ്ങനെയാ വെച്ചാൽ പറയാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഈ ചെയിനിലേക്ക് തന്നെ കുത്തിയിട്ട് ഇങ്ങനെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് എടുക്കുക. നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ചെയിനും വന്നു, 2 കൊമ്പ് പോലെ വന്നു. അതാണ് ബുൾസ് ഹെഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അതിൻ്റെ പേരിങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ വീണ്ടും ഇങ്ങനെ ചെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ചിങ്ങനെ മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈനിലോട്ട് കുത്തിയെടുക്കണം കേട്ടോ.
അവിടെ ഒരു കമ്പ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട് കുത്തിയിട്ട് വീണ്ടും നെക്സ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ട്യൂലിപ്പ് ചെയ്യാം കേട്ടോ. ട്യൂലിപ്പ് ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനും 2 ലൈൻസ് തന്നെ വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനിൽ ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെയായിട്ട് സൂചി വെച്ചിട്ട് കുത്തിയെടുത്ത് തന്നെ സൂചി വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഒരു ചെയിൻ ഇങ്ങനെ വരും. എന്നിട്ട് ചെയിൻ്റെ പുറത്ത് നമ്മൾ കുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിലോട്ടായിട്ട് ഇത്രയും ഈ ലൈൻസിൽ തൊടരുത്, ഒരു ഹാഫ് പോർഷനൊക്കെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ എടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അപ്പോൾ ഇങ്ങനെ കണ്ടോ ഒരു മൊട്ട് പോലെ ഇരിക്കും, കണ്ടില്ലേ ഇതാ. അപ്പം ഇതുപോലെ ചെയ്തെടുക്കുക. ട്യൂലിപ്പ് ഫ്ലവർ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ കാണിക്കുക. എന്നിട്ട് ഇനി പുറത്ത് കുത്തിയിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് കുറച്ച് വിട്ടേക്ക് നമ്മൾ ചെയ്യാം. കണ്ടോ, ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് താഴേക്ക് ഒരു ചെയിൻ ഇട്ടെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം നമ്മളിതിൻ്റെ പുറത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പകുതിയിലേക്കായിട്ട് വരിക. ദെൻ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ നേരെ ഇവിടെ ഓപ്പോസിറ്റ് ഇങ്ങനെ കുത്തിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു 2-3 സ്റ്റെപ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ലൈറ്റ് കളറായിപ്പോയി കേട്ടോ. നല്ല റെഡ് കളറൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് ചെയ്താൽ. ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ ഫ്രോക്സിലേക്കൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സ്റ്റിച്ചസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്യൂലിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് കേബിൾ ചെയിനാണ് ചെയ്യുന്നത് കേട്ടോ. കേബിൾ ചെയിനിന് ഒരു ലൈൻ മതിയേ. ഇത് കയ്യിൽ വെച്ചിട്ട് കാണിക്കാൻ പറ്റുമോ ഒന്ന് ചുറ്റിയെടുക്കണം നൂല്. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ചെയിൻ ഇട്ടെടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്തില്ലേ? ഓക്കെ, അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഒരു ചെയിൻ നമ്മളിങ്ങനെ ഇട്ട് വെക്കുക. എന്നിട്ട് ഈ നൂലിന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിയെടുക്കുക. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഒന്ന് സൂചി കുത്തിയെടുത്ത് നേരെ മുന്നിലോട്ടെടുത്തിട്ട് ഒരു ചെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചുറ്റിയെടുത്ത നൂലിങ്ങനെ അവിടെ ഒരു ലൈനായിട്ട് വരും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈനായിട്ട് വരും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഒന്ന് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ മുന്നിലോട്ട് കുത്തുക. ചുറ്റിയെടുക്കുന്നത് അവിടെ നമുക്കൊരു ലൈനായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചെയിനും കിട്ടും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ? നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് വലിക്കുകയും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കേബിൾ ചെയിനാണ്. അപ്പോൾ നമ്മൾ കേബിൾ ചെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് റോസ് വിത്ത് ചെയിൻ സ്റ്റിച്ചാണ്. അതായത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് റോസ് ഫ്ലവർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട്
ഒരു ചെറിയ പെറ്റൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പുറത്ത് കുത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ വരിക. പിന്നെ നമ്മളിതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇതാ കണ്ടില്ലേ? ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കാണിക്കാം. ഇതാ ഇതിനകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതാ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാ പിന്നെ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ കുത്തിയിട്ട് എന്താ ഒരെണ്ണം ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പം കുത്തിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം മിണ്ടാതിരിക്കൂ എന്താ ഇല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിൽ കുത്തിയിട്ട് എന്താ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എത്ര നമുക്ക് വലുതാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. എന്താ നമുക്കിവിടെ ഇങ്ങനെ ലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെയിൻ കൊണ്ട് തന്നെ നമുക്ക് അത് ലാസ്റ്റ് ചെയ്യാതെ വേറെ ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റോസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ പെറ്റലിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ ചെയിൻ തന്നെ വെച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 ലീവ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് പൊസിഷനിലാണെന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. നിങ്ങളപ്പം എന്തായാലും ഇങ്ങനെ വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടെ നീറ്റായിട്ട് വരും കേട്ടോ. ഓക്കെ, ചെറിയൊരു തണ്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ മൊത്തം ഇങ്ങനെ അതിന് ലീവ്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ റോസ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ബീഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് 3 ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നേരെ ഈ മൂന്നാമത്തെ ലൈനിലോട്ട് വന്നിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് ഈ സെൻറ്ററിലെ ലൈനിലോട്ട് വരിക. ഒരു വി ഷേപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ പുറത്ത് കുത്തിയിട്ട് ഉള്ളിലോട്ട് എടുത്താൽ ഇതൊന്ന് ലോക്കാവും. കണ്ടോ? അതവിടെ ലോക്കായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതിനകത്തൊരു ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് ഈ ഒരു വി ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ പുറത്ത് വന്നിട്ട് ചെയിൻ്റെ അകത്തോട്ട് തന്നെ നമ്മൾ വരിക. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഈ മൂന്നാമത്തെ ലൈനിൽ വന്നിട്ട് ഇവിടോട്ട് തന്നെ വരിക. ഓക്കെ, അപ്പോൾ അത് ലോക്കായില്ലേ. ഇനി നമ്മൾ ഒരു പെറ്റലിട്ട് കൊടുക്കുക. കണ്ടോ? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഈ വി വരാനായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് പെറ്റലിനകത്തോട്ട് വരിക. അതുപോലെ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ സൈഡിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? പിന്നെ നമ്മൾ പെറ്റൽ വീണ്ടും
സെൻറ്ററിലെ ലൈനിൽ നമ്മൾ പെറ്റലിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ വീട്ട് കൊടുക്കണം. അങ്ങനെ അത് മൊത്തത്തിൽ ചെയ്യാം കേട്ടോ. വീട്ടെന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലേസി ഡേസി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ചസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നീറ്റായിട്ട് ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞ പോലെ. അതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. നമ്മൾ പിക്ചർ വരച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ റെക്കോർഡ്സ് പോലെ അതായത് ഒരു കോളേജ് നോട്ട്, ലൈൻസ് ഇല്ലാത്തൊരു കോളേജ് നോട്ടൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ഇങ്ങനെ റെക്കോർഡ്സിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വയ്ക്കാം കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. അതായത് ആ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലേസി ഡേസി ചെയ്യാം. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.